ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മളൊരു തേർഡ് പാർട്ടി റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ തേർഡ് പാർട്ടിയായി നിൽക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ അതാരായാലും ഇവിടെ അവരുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവർ ചെയ്ത പ്രവർത്തികൾക്കുള്ള കർമ്മ നേരിട്ടേ മതിയാവുകയുള്ളൂ. തേർഡ് പാർട്ടി അവരുടെ ഏത് കർമ്മത്തെയാണോ ഭയപ്പെട്ടുകൊണ്ടിരുന്നത് അത് ഫൈനലി അത് അവരുടെ മുന്നിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു തേർഡ് പാർട്ടി അതാരായാലും മെയിലായാലും ഫീമെയിലായാലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടെങ്കിലും ഇപ്പോൾ വളരെ വലിയ ഒരു കാർമിക് ട്രിഗർ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഹെവി ആയിട്ടുള്ള കർമ്മയിൽ കൂടി ഇവർക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ആ ഒരു രീതിയിലുള്ള ഒരു വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ കാണുന്നത്. പണം, ഭൂസ്വത്ത് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരു അനീതിയാണ് ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നത്. തേർഡ് പാർട്ടിക്ക് ഇപ്പോഴും തോന്നുന്നത് അവരുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് നീതികേട് കാണിക്കുന്നതായിട്ടാണ്. എന്നാൽ അതൊരിക്കലും അങ്ങനെയല്ല. കാരണം ഈ ഒരു തേർഡ് പാർട്ടി പാസ്റ്റിൽ എന്ത് വിത്താണോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിതച്ചത് അതിനനുസരിച്ചിട്ടാണ് അവർക്കിന്ന് അവരുടെ ജീവിതത്തിൽ മറുപടി ലഭിക്കുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ലഭിക്കുന്ന നീതിയും അനീതിയും ഒക്കെ. അതായത് ആരുടെ ജീവിതത്തിലാണോ ഇവർ വിള്ളലുകൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്, ആരുടെ ലൈഫ് വെച്ചാണോ ഇവർ കളിച്ചത്, ആ വ്യക്തിക്ക് അനുകൂലമായിട്ടാണ് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് അനുകൂലമായിട്ടല്ല, നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അനുകൂലമായിട്ടായിരിക്കും ഈ ഒരു ജസ്റ്റിസ് നടക്കുക. ഇവർ പാസ്റ്റിൽ കാണിച്ചു കൂട്ടിയ പ്രവർത്തികൾക്ക് എല്ലാം തന്നെ തക്കതായിട്ടുള്ള ഒരു മറുപടി ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി വളരെയധികം ഒരു തകർന്ന രീതിയിലാണ് ഇപ്പോഴുള്ളത്. അതായത് ഒരു ലോവർ വൈബ്രേഷൻ്റെ ഒരു എനർജിയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കാണുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുകൾ, ഇവൻ രാത്രി ഉറങ്ങാൻ പോലും പല കാരണങ്ങളാൽ ഇവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. വളരെയധികം വേദനയുടെ ഒരു എനർജി കാണാം. കരച്ചിൽ, ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവർ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ള തരത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരുടെ തന്നെ ഈ ഒരു വിധിയെ പഴിക്കുന്നത് ഒക്കെ അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ആരുമല്ല നമ്മുടെ വിധി എഴുതുന്നത്. പക്ഷേ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ ഒക്കെ പല കാര്യങ്ങളും തീരുമാനിക്കും. അവയ്ക്ക് പലപ്പോഴും നമ്മുടെ വിധിയെ പോലും തിരുത്തി എഴുതാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മ കാരണമുണ്ടായ കാര്യങ്ങൾക്ക് നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമുണ്ടോ? നമ്മുടെ കർമ്മം ശരിയല്ലാതിരുന്നിട്ട് നമ്മുടെ ലൈഫിൽ അത് കാരണമുണ്ടായ കാര്യങ്ങൾക്ക് മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇവരുടെ വിധി ഇവർ തന്നെയാണ് എഴുതിയത്. മറ്റാരെങ്കിലുമൊക്കെ കാരണം അവരോടുള്ള അസൂയ അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യമൊക്കെ നമ്മൾ മറ്റാരെങ്കിലുമൊക്കെ കാരണം നമുക്കുണ്ടായ ഇമോഷൻസ് അത് നമ്മൾ വളരെ കാലമായിട്ട് നമ്മുടെ ഉള്ളിൽ പിടിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള നെഗറ്റീവ് കർമ്മങ്ങളും ചെയ്യാൻ തയ്യാറാകുന്നത്, ഗൂഢാലോചനകൾ, ആർക്കെങ്കിലും എതിരായിട്ടൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്തവരിലേക്ക് തന്നെ തിരികെ എത്തുമെന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെതിരായിട്ട് ഇവരെന്തൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്തതായാലും അല്ലെങ്കിൽ നെഗറ്റീവ് ക്രിയകൾ ചെയ്തതായാലും അവയെല്ലാം തന്നെ ഇവരിലേക്ക് തന്നെ തിരികെ ചെല്ലുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു തേർഡ് പാർട്ടി പൈസയോട് വളരെയധികം അത്യാഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഇവർ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പൈസ, പ്രോപ്പർട്ടി ഒക്കെ ഇവർക്ക് വേണം. അങ്ങനെയൊക്കെയുള്ള അതിമോഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എന്താണോ ഉള്ളത് അത് അവരുടേതായിരിക്കണം, അവരുടെ കൺട്രോളിലായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കൈകളിലായിരിക്കണം. ഈ ഒരു ചിന്തയാണ് അവർക്കുള്ളത്. കറക്റ്റായിട്ട് ഇവിടെ തന്നെയാണ് യൂണിവേഴ്സ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഇതവർ അർഹിക്കുന്നില്ല. ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ഹെവി ആയിട്ടുള്ള കർമ്മയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും. അവർക്ക് കർമ്മയെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്.
ചില ആൾക്കാരുടെ ലൈഫിലൊക്കെ ഒരുപാട് കടങ്ങളിൽ അവർ മുങ്ങുന്നതായിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ലോണ്, കടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വരുന്ന സമയത്ത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ആരെങ്കിലുമൊക്കെ ദ്രോഹിച്ചും പറ്റിച്ചും ഒക്കെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന സമ്പത്തുകളെല്ലാം നശിച്ചു പോകുന്നതായിട്ട് ആ ഒരു രീതിയിലുള്ളൊരു എനർജി, അതായത് അഴിമതി നടത്തിയത് ഇല്ലാണ്ടാവുന്നത്, അത് നശിച്ചു പോകുന്നത്, അത് തീർന്നു പോകുന്നതായിട്ട് ആ ഒരു രീതിയിലുള്ളൊരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ഇവരെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും സാമ്പത്തികപരമായിട്ട് പറ്റിക്കുന്നതാകാം. ഇവരിൽ നിന്ന് പൈസ ഇരട്ടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അവിടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതാകാം. എന്തു തന്നെയായാലും ഒരു നഷ്ടം, ഒരു ലോസ്, സാമ്പത്തികപരമായിട്ടുള്ളൊരു ലോസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ചിലവുകൾ, എന്തോ ഒരു ആ രീതിയിലുള്ളൊരു എനർജി ഇവിടെ എനിക്ക് സെൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നഷ്ടത്തിൻ്റെ എനർജിയാണ് അത്. എന്തു തന്നെ ആയാലും ഇവർ കർമ്മയുമായിട്ട്, പൈസയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കർമ്മ, അത് ഇവർക്ക് അതേ രീതിയിൽ നേരിടേണ്ടി വരുന്നതായിട്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും സാമ്പത്തികപരമായിട്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ അവരുടെ സമ്പത്തും ആരെങ്കിലുമൊക്കെ പറ്റിച്ചുകൊണ്ട് പോകുന്നതോ അല്ലെങ്കിൽ ചിലവായി പോകുന്നതോ അങ്ങനെയൊക്കെയാണ് കാണുന്നത്, ഒരു സാമ്പത്തിക നഷ്ടം. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ എനർജിയാണ് കൂടുതലായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എടുക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവരുടെ കയ്യിൽ ഇനി ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതായത് ഇവർ ഗൂഢാലോചനകൾ നടത്തിയും പദ്ധതികൾ പ്ലാൻ ചെയ്തും ഒക്കെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത സമ്പത്തായിരിക്കാം. അത് ഇവരുടേതാക്കി ഇവരുടെ കൺട്രോളിൽ വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ഇവരുടെ പേരിലാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയതുപോലെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നഷ്ടം സംഭവിക്കുന്നത് പോലെ ഒരു തോന്നൽ ഈ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആണുങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാകാം, അല്ല എന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടാകാം എന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ പറയുന്നത് ചില സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ പേരിലുണ്ടായിരുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടിയോ സമ്പത്തോ ഒക്കെ ഇവരുടെ പേരിലോട്ട് എന്തെങ്കിലും ചീറ്റിംഗ് ചെയ്ത് നിങ്ങളെ വഞ്ചിച്ച് അവരുടെ പേരിലോട്ട് ആക്കിയിട്ടുണ്ടാകാം. ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു രീതിയിലുള്ളൊരു എനർജിയും എനിക്കിവിടെ പിക്കാവുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയും പുറത്ത് വന്നിട്ട് മറ്റുള്ളവരുടെ മുൻപിലൊക്കെ അത് എക്സ്പോസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം മറ്റുള്ളവർ മനസ്സിലാക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകം അത് സംഭവിച്ചു കഴിഞ്ഞിട്ടും ഉണ്ടാവാം. ഈ ഒരു വ്യക്തി കാരണം വേദനിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾക്ക് നീതി ലഭിക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ ജീവിതം എല്ലാ രീതിയിലും തലകീഴായിട്ട് മറഞ്ഞു പോയതുപോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷം ഇപ്പോൾ കാണുന്നില്ല. ഇവർക്ക് സന്തോഷം നൽകിക്കൊണ്ടിരുന്ന ഒന്നും തന്നെ എനിക്കിപ്പോൾ ഇവിടെ കാണുന്നില്ല. ഇവർ പുറമെ എത്രയൊക്കെ എന്തൊക്കെയാണെന്ന് നടിച്ചാലും അല്ലെങ്കിൽ ഇവർ ഹാപ്പിയാണ് എന്ന് കാണിച്ചാലും മറ്റുള്ളവരുമൊത്തൊക്കെ എത്രത്തോളം ഒത്തൊരുമയോടെയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ കാണിച്ചാലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും ഒരു ശൂന്യതയാണ് ഇപ്പോഴുള്ളത്. അല്ലെങ്കിൽ ഇവർ തകർന്നിരിക്കുകയാണ്, ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുകയാണ്. അതായത് ഒരു വ്യക്തിക്ക് മുഖംമൂടി ധരിച്ചോ അല്ലെങ്കിൽ അഭിനയിച്ചോ, അതായത് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ഓക്കെയാണ്, ഞാനാണ് ശരി, ഞാനായിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ സാധിക്കും. പക്ഷെ എത്ര നാളത് സാധിക്കും? ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വരും അല്ലേ? ആ ഒരു സത്യങ്ങളെ എല്ലാം തന്നെ ഇവർക്ക് നേരിട്ടേ മതിയാവുകയുമുള്ളൂ അല്ലേ? ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത്. ചില ആൾക്കാർക്ക് അവരുടെ പാർട്ട്ണറാണ് ഈ ഒരു തേർഡ് പാർട്ടി പോലെയുള്ളത്. അതായത് തേർഡ് പാർട്ടിയുടെ സ്വഭാവം കാണിക്കുന്നത് ഈ ഒരു പാർട്ട്ണറാണ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കേസിലാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ സത്യങ്ങളെല്ലാം തന്നെ അവരുടെ മുഖംമൂടി വിട്ട് അതെല്ലാം തന്നെ പുറത്തു വരും. ഇന്ന് ഈ ഒരു സമയത്ത് ഇവർക്ക് ഇവരുടെ സ്വന്തം തെറ്റുകൾ പോലും മനസ്സിലാകുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇവർ വിതച്ച ആ വിത്തുകൾ ഇന്ന് ഒരു മരമായിട്ട്, ആ ഒരു മരത്തിൻ്റെ അകത്ത് പൂവും കായും ഒക്കെ വന്നു. ഇന്ന് ആ ഒരു ഫലം, ആ ഒരു മരത്തിലുണ്ടായ ആ ഒരു ഫലം അവർക്ക് കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് തന്നെ ഒരുപാട് കുറ്റബോധം ഒക്കെ പശ്ചാത്താപം ഒക്കെ തോന്നുന്നതായിട്ട് ഇവിടെ കാണാം. അതായത് അവർക്കിപ്പോഴൊരു റിഗ്രറ്റിൻ്റെ എനർജി തോന്നുന്നതായിട്ട്, അതായത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എന്തിന് ഞാൻ എൻ്റെ ലൈഫ് കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എന്തിന് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എൻ്റെ പാർട്ട്ണറിനോട് ഇങ്ങനെയൊക്കെ കാണിച്ചു, ഈ ഒരു രീതിയിലുള്ള ഒരു എനർജി. അത് ചിലതിൽ ഫാമിലിയായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കാണുന്നത്. റൊമാൻറ്റിക് തേർഡ് പാർട്ടിയുടെ കേസിലാണെങ്കിൽ ഞാൻ എന്തിന് ഇത്രയും സമയമൊക്കെ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തു,
എന്തിന് ഞാൻ എൻ്റെ പാർട്ട്ണറിന് കൊടുത്തില്ല, ആ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു റിഗ്രറ്റ്, ഒരു കുറ്റബോധം ഒക്കെ അവരിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം ലോവർ വൈബ്രേഷനിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാർമികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയും തകരാനിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഫുള്ളി കൊളാപ്സ്ഡ് ആയിട്ട് തകർന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഡിവോഴ്സ് പോലുള്ള സിറ്റുവേഷനിൽ എല്ലാം അവസാനിച്ചതായിട്ട് കാണാം. ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു കാർമിക് സൈക്കിളിൻ്റെ ബാക്കിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതൽ ടോക്സിക് അബീസീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധമായിരുന്നിരിക്കണം ഇത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അടിയും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളെ ഒരുപാട് ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ഇവിടെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇതിനകം അത് അവസാനിച്ചു പോയിട്ടുണ്ടാവാം. ഇതല്ലാതെ ബാക്കിയുള്ള ഡിവൈൻ കണക്ഷൻസ് ഒക്കെ, അങ്ങനെയുള്ളൊരു ബന്ധങ്ങളിലൊക്കെയും ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി, ആ ഒരു ബന്ധങ്ങൾ കാണുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട്. അവർ വിചാരിച്ചതുപോലെയൊന്നും നടക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട്. കാരണം ഇന്ന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ സ്ഥാനത്തിരിക്കുകയാണ്. അവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്ന അതേ സ്ഥാനത്ത് ഇന്ന് നിങ്ങൾ ഇരിക്കുകയാണ്. ആ ഒരു പവർ നിങ്ങളിലുണ്ട്. ആ ഒരു പവർ നിങ്ങൾ മറ്റാർക്കും കൊടുക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു പവർ നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ നിങ്ങൾ വെച്ചിരിക്കുകയാണ്. മറ്റൊരാൾക്ക് ഡോമിനൻസ് കാണിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ല. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയെ ഇടപെടുത്തിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലരും ഒരു ഹീലറാകാം. അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ടാറോ റീഡർ ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടായിരിക്കാം, ഒരു വിസ്ഡം, ഒരു ജ്ഞാനം ഒക്കെ ഉണ്ടായിരിക്കാം. അതായത് കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് മറ്റുള്ള ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവ് ഇതിനകം ലഭിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അലൈൻഡ് ആയ വ്യക്തികളായിരിക്കാം. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു ഗവൺമെൻറ് ജോബോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ് നേടിയെടുത്ത വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു എംപവർമെൻറ്റ്, ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന, സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ആ ഒരു രീതിയിലുള്ള ഒരു കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കരുത്ത്, ആ ഒരു എനർജി ഇവിടെ വളരെ വിസിബിളായിട്ട് കാണാം. നിങ്ങൾ ഇപ്പോഴുള്ളത് ശരിയായ സ്ഥലത്ത് തന്നെയാണ്. നിങ്ങളെ ആർക്കും തൊടാൻ പോലും സാധിക്കില്ല. ഇനി ആര് നിങ്ങൾക്കെതിരായിട്ട് എന്ത് തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളെ അത് ബാധിക്കാനും പോകുന്നില്ല. കാരണം തീയിൽ നിന്നും സ്വയം തീയിലേക്ക് ഇറങ്ങി സ്വർണമായിട്ട് മാറിയ വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും തൊടാൻ സാധിക്കില്ല. ആ ഒരു കരുത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ രീതിയിലുള്ളൊരു വൈബ്രേഷനാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് ചലഞ്ചസിൽ കൂടി, ഒരുപാട് വെല്ലുവിളികൾ കൂടി ഫേസ് ചെയ്ത് അതിനെ നേരിട്ട് അതിൽ കൂടി കടന്നുപോയ വ്യക്തികളാണ്. അത്രയധികം വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതിനകം, ചെറിയൊരു ജീവിതത്തിൽ ഇതിനകം നിങ്ങൾ സഹിച്ചു കഴിഞ്ഞു. അതിനെയൊക്കെ നിങ്ങൾ പോരാടി അവിടെയൊക്കെയും നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇന്ന് ഏത് വലിയൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മുൻപിൽ വന്നാലും അത് നിങ്ങൾക്ക് വലിയ നിസ്സാരമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ അത്രയധികം കാര്യങ്ങൾ നേരിട്ട് കണ്ടു, അനുഭവിച്ചു. അതിനെയൊക്കെയും നിങ്ങൾ വിജയിച്ചു വന്നതാണ്. ആ ഒരു കരുത്ത്, ആ ഒരു ശക്തി, ആ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി തേർഡ് പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ വളരെയധികം എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, ഏതൊരു സിറ്റുവേഷനിലാണ് അവരുള്ളത്, ആ ഒരു രീതിയിലൊക്കെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. വളരെ സംശയങ്ങളാണ് അവർക്ക് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാം. പക്ഷേ എങ്കിലും അവർ കൺഫ്യൂസ്ഡ് ആണ്. അവർ ബ്ലെയിം ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ കാരണമാണ് ഇങ്ങനെ ഉണ്ടായതെന്നൊക്കെ. പക്ഷേ എങ്കിലും അവർക്കറിയാം ഇത് ചിലപ്പോഴും ഞാൻ ചെയ്ത പ്രവർത്തികളുടെ ഫലമായിരിക്കും. എങ്കിലും അവർ മനഃപൂർവ്വമായിട്ട് അത് ആഗ്രഹിക്കുന്നില്ല, അത് ഓർക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എപ്പോഴും വിക്റ്റിമായിട്ട് നിൽക്കാനാണ് ആഗ്രഹം. അല്ലെങ്കിൽ ഇതിനകം അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്റ്റോറി, അവർ വില്ലനാക്കുന്ന ആ ഒരു സ്റ്റോറി അവർ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഓർമ്മ വരുന്നില്ല, ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ നല്ലതല്ലേ ചെയ്തത്, ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. അവർ ചെയ്ത മോശമായിട്ടുള്ള പ്രവർത്തികളെ അവർ മനഃപൂർവ്വമായിട്ട് ഓർക്കുന്നില്ല. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പാർട്ട്ണർ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്.
ഈ ഒരു കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർ ആണെങ്കിൽ ഈ ഒരു പാർട്ട്ണർ ഈ ഒരു തേർഡ് പാർട്ടി ഫാമിലി ആണെങ്കിൽ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇനി റൊമാൻറ്റിക് തേർഡ് പാർട്ടി ആണെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ട് റീകൺസിലേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി ഒരിക്കലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ ഒരു കർമ്മ പ്രവർത്തിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നീതി ലഭിക്കുന്നത് കൊണ്ടും സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് കൊണ്ടുമൊക്കെ ഇവർക്ക് ഇഷ്ടമില്ലാതെ ആ ഒരു തീരുമാനത്തിലോട്ട് ഇവരും വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ രീതിയിലുള്ള ഒരു എനർജി ഷിഫ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അതായത് ഭാഗ്യം നിങ്ങളുടെ കൂടെയാണുള്ളത്. ചില ആൾക്കാരുടെയൊക്കെ ജൂപ്പിറ്റർ, വ്യാഴം വളരെയധികം സ്ട്രോങ് ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെയധികം സ്ട്രോങ് ആണ് ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങളിൽ ഒരുപാട് എക്സ്പാൻഷൻ ഉണ്ടാവാനും അതുപോലെ നിങ്ങളിൽ ഭാഗ്യങ്ങൾ ഉണ്ടാകാനും അവസരങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഇത് സഹായിക്കും. നിങ്ങളിലൊരു ഗ്രോത്ത് ഉണ്ടാകാനും ഒക്കെ സഹായിക്കും. ഈ ഒരു വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം തന്നെയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റ് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്കോ മാസങ്ങൾക്കോ ഒക്കെ ശേഷമായിരിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇങ്ങനെയൊരു അവസരങ്ങൾ വരുന്നത്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.